മക്കളെ, നമ്മൾ അടുത്തായിട്ട് ഒരു 2 MCQ ആണ് ചെയ്യുന്നത്. നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ബേസിക് ഫണ്ടമെൻ്റൽസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പ്രാക്ടിക്കലി നമ്മൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഫണ്ടമെൻ്റൽസ് അപ്ലൈ ചെയ്ത് പെട്ടെന്ന് ആൻസർ കണ്ടെത്താം. 4 ചോയ്സ് അവർ തന്നിട്ടുണ്ട്. സി, എക്സ് റേസ് ടു 9 + 100 ഈസ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1, ദെൻ ദ റിമൈൻഡർ. അതായത് എക്സ് റേസ് ടു 9 + 100നെ എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എങ്ങനെ കിട്ടും? നമുക്ക് റിമൈൻഡർ തിയറം അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം നമുക്ക് എക്സ് മൈനസ് 1 = 0, എക്സ് = 1. അപ്പോൾ എക്സ് റേസ് ടു 9 + 100, ഇവിടെ എക്സിന് 1 കൊടുത്താൽ 1 + 100 ഈസ് ഈക്വൽ ടു 101. അപ്പം നമ്മുടെ ആൻസർ സി ആണ്, 101 എന്ന് കിട്ടും. ഇനി ഇതിലും ഈസി ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ഇതൊന്ന് നോക്കി. 49x² - b ഈസ് ഈക്വൽ ടു a + b × a - b ഫോമാണ് റൈറ്റ് സൈഡിൽ തന്നേക്കുന്നത്. ദെൻ ദി വാല്യൂ ഓഫ് b. റൈറ്റ് സൈഡിൽ നമുക്ക് a + b × a - b തന്നിരിക്കുന്നത്. നമുക്കറിയാം a + b × a - b ഈസ് ഈക്വൽ ടു a² - b². അപ്പം നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് എഴുതാം a + b × a - b ഈസ് ഈക്വൽ ടു a² - b². നമ്മൾ എങ്ങനെ എഴുതും? റൈറ്റ് സൈഡിൽ 49x² - 1/4 എന്ന് എഴുതും, അല്ലേ? ഇനി ലെഫ്റ്റ് സൈഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴോ 49x²ന് ഇവിടെ 49x² തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ -bക്ക് പകരം -1/4 ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം -b ഈസ് ഈക്വൽ ടു -1/4, therefore b ഈസ് ഈക്വൽ ടു 1/4. അപ്പോൾ നമ്മുടെ ആൻസർ സി ആണ്. നമ്മൾ ആ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം പഠിച്ചാൽ, ഫോർമുലാസ് പഠിച്ചാൽ, a + b × a - b, a² - b², അതുപോലെ തന്നെ a + b + c (³ - 3abc), ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് നമ്മളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില സിമ്പിൾ MCQs ഒക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ ബേസിക് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ഫോർമുലാസ് സാറ് കുറേ ഫോർമുലാസ് പറഞ്ഞു തന്നു. ബേസിക്കലി സാറ് കുറച്ച് ഫോർമുലാസ് ഒക്കെ പറഞ്ഞിട്ട് മക്കളോട് കോളമിട്ട് എഴുതാൻ പറഞ്ഞു. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് മക്കൾ ഫോളോ ചെയ്യുക. ആ കോളത്തിൽ ചെയ്തിരിക്കുന്ന എല്ലാ ഫോർമുലാസും അത് ഓർത്തിരിക്കാനുള്ള ട്രിക്കുകളും സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ട്രിക്കുകൾ ഉൾപ്പെടെ മക്കൾ എപ്പോഴും റിവിഷൻ ചെയ്ത് അത് ബി ഇൻ ടച്ച്, എപ്പോഴും നമുക്ക് നമ്മുടെ കൺട്രോളിലായിരിക്കണം. പോളിനോമിയൽസിൽ വരുന്ന ഓരോ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഫോർമുലാസ് ഒക്കെ എപ്പോഴും ആപ്ലിക്കേഷൻ ഉണ്ടാവും. അതുകൊണ്ട് ആ ഫോർമുല എപ്പോഴും നമ്മൾ റിവൈസ് ചെയ്ത് ഓർത്തിരിക്കണം. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാ ഫ്രണ്ട്സിലേക്കും മക്കൾ ഷെയർ ചെയ്യണം.